അപ്പൊ അവളുടെ തീരുമാനം എന്താണെന്ന് അറിയാലോ. അവരുടെ കല്യാണം വേഗം നടത്തണോന്ന് അമ്മയുടെ ആവശ്യമല്ലേ. അപ്പോ എന്തിനാ ചേട്ടൻ വഴി അവളോട് ചോദിക്കുന്നത്? അമ്മയ്ക്ക് നേരിട്ട് അവളോട് സംസാരിച്ചൂടെ? എനിക്ക് അവളോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പ്രിയൻ അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ. അവൻ കാര്യങ്ങൾ അവതരിപ്പിക്കാന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഈശ്വര, രണ്ടുപേരും പഠിക്കത്തന്നെ കാത്തു നിൽക്കുന്നുണ്ടല്ലോ. ആരും എന്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ദാ ചേട്ടൻ വന്നു. ഇനിയെങ്കിലും ടെൻഷൻ അടിച്ച് തെക്ക് വടക്ക് നടക്കാതെ ഒരിടത്ത് പോയി ഇരിക്കേ. ഒന്ന് മിണ്ടാതിരിക്കണേ. എന്താ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നേ? എന്താ വിഷയമെന്ന് നിനക്കറിയില്ലേ? നീ കല്യാണക്കാരും പാറിനോട് സംസാരിച്ചോന്ന് അറിയാനാണ് അമ്മ കാത്തു നിൽക്കുന്നതെന്ന് നിനക്കറിയില്ലേ? അമ്മ കല്യാണ ഹാളിനും പാചകക്കാർക്കൊക്കെ അഡ്വാൻസ് കൊടുക്കാൻ കാത്തിരിക്കുക. അവള് പറയുന്നൊന്നും നീ കാര്യമാക്കണ്ട. പാറു എന്താ പറഞ്ഞത്? വന്ന് കയറിയതും പറയണോ? ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. എടാ, നീ എങ്ങോട്ടാ ധൃതി പിടിച്ചു പോകുന്നേ? ഇതൊന്ന് പറഞ്ഞിട്ട് പോകാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? നീ ഈ വിഷയം പാറുവിനോട് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് അവളൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലെങ്കിൽ എന്താ അർത്ഥം? സമ്മതമാണെന്നാണോ അതോ ഒഴിഞ്ഞു മാറുകയാണോ? ദേ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ നല്ല തല്ല് കിട്ടും. പാറു എന്തിനാ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നേ? നീ കാര്യം പറ. പെട്ടെന്ന് കല്യാണക്കാരി എടുത്തിട്ടപ്പോ അവൾ ആകെ പേടിച്ചുപോയി. അവൾക്ക് പെട്ടെന്നൊരു തീരുമാനം പറയാൻ പറ്റില്ല എന്ന്. ആലോചിക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു. ഇതിലെന്താ ഇത്ര ആലോചിക്കാൻ? നീ എന്താ കാര്യങ്ങൾ മനസ്സിലാക്കാതെ സംസാരിക്കുന്നേ? 3 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് തന്നെ നല്ല ടെൻഷനായി. അവളുടെ വീട്ടിലെ അവസ്ഥകളൊക്കെ നിങ്ങൾക്കും അറിയില്ലേ? അമ്മയാ അവളുടെ അടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നും പറഞ്ഞ് നിർബന്ധിച്ചത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ആലോചിക്കാന്ന് അവള് പറഞ്ഞില്ലേ? കുറച്ച് കാത്തിരിക്കുന്നതില് എന്താ കുഴപ്പം? എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അവൾക്ക് ഇത്ര ആലോചിക്കാൻ ഇത് വീട്ടുകാരെ തീരുമാനിച്ച കല്യാണമൊന്നും അല്ലല്ലോ. അവര് പരസ്പരം ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരല്ലേ. പാറു എന്തിനാ ഇപ്പൊ ഇങ്ങനെ സംശയിക്കുന്നത്? കല്യാണം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമാണ്. അവന്റെ ജാതകത്തിൽ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് പാറുവിനോട് ധൃതി കൂട്ടാൻ പറയുന്നത് തെറ്റാണ്. അവള് പറ്റില്ലെന്നല്ലല്ലോ പറഞ്ഞത്. ആലോചിക്കാൻ കുറച്ച് സമയം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. അവളെ ന്യായീകരിക്കാൻ അമ്മയ്ക്ക് എപ്പോഴും ഓരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. പാറു എന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്? ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിച്ച സത്യസന്ധമായി മറുപടി പറയണം. ചോദിച്ചോളൂ മാഡം. പ്രിയൻ നിന്നോട് 3 മാസത്തിനുള്ളിൽ നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു. മാഡത്തിനോട് ഇതാരാ പറഞ്ഞേ? ആരാണ് പറഞ്ഞത് എന്നല്ല പ്രധാനം, പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നത്. ശരിയാണ്. നീ എന്തു പറഞ്ഞു? പറ്റില്ലെന്ന് പറഞ്ഞു. നീ എന്തിനാ അങ്ങനെ പറഞ്ഞത്? നീയും പ്രിയനും തമ്മില് ഇഷ്ടത്തിലാണെന്ന് എല്ലാവർക്കും അറിയാലോ. നിങ്ങൾ കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്നത് കാണാനാ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിന്റെ ആഗ്രഹവും അതുതന്നെയല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തില് എനിക്ക് കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല മാഡം. എന്റെ മുൻപിൽ വേറെ വഴിയില്ല. നീ തെറ്റ് ചെയ്യുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. നിന്റെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ നിന്റെയും പ്രിയന്റെയും കാര്യം നിന്റെ അച്ഛനോട് സംസാരിക്കാന്ന് പ്രിയന്റെ അമ്മ പറഞ്ഞപ്പോഴും നീ അവരെ തടഞ്ഞു. പ്രിയനെ കല്യാണം കഴിക്കാതിരിക്കാൻ മാത്രം എന്ത് സാഹചര്യമാണ് നിനക്കുള്ളത്? ശരിക്കുള്ള കാരണം നീ ആരോടും പറയാതെ
ഒളിക്കുകയാണെന്നാ എനിക്ക് തോന്നുന്നത്. പ്രിയനെ പോലൊരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. നിന്റെ സാഹചര്യം എന്താണെങ്കിലും ഇങ്ങനൊരു ജീവിതം വേണ്ടെന്ന് വെക്കരുത്. നീ എന്നെ അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നതെന്ന് പറയാറില്ലേ? നിന്റെ പ്രശ്നം എന്താണെന്ന് നീ എന്നോട് പറ. ഞാൻ അതിന് പരിഹാരം കാണാം. ഇങ്ങനെ മിണ്ടാതെ നിൽക്കാനാണോ നിന്റെ തീരുമാനം? തെറ്റെന്റെ ഭാഗത്താ. കൈലാഷ്, അന്ന് നിന്റെ അച്ഛനോട് പ്രിയനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ അവനെ തടുക്കാൻ പാടില്ലായിരുന്നു. വരുന്നിടത്ത് വെച്ച് കാണാന്ന് കരുതിയാ മതിയായിരുന്നു. ആ തെറ്റ് തിരുത്താനുള്ള സമയമായി. നീ വാ. എങ്ങോട്ടാ മാഡം? അതൊക്കെ പറയാം. നീ വാ.